This is Karthikeyan and welcome back to my channel Karthikeyan 3. Guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഫെബ്രുവരി 19th ഇറങ്ങിയ ആപ്പിളിന്റെ പുതിയ സ്മാർട്ട് ഫോണായ ഐഫോൺ 16e പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ഐഫോൺ 16 സീരീസിന്റെ ഒരു ലൈറ്റ് വേർഷൻ ആണ് ഈ വേർഷൻ ഐഫോൺ 16e. ഗൈസ്, അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വെച്ചിറങ്ങുന്നത്. SE ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള ഫീച്ചേഴ്സ് ഫുള്ള് സ്പെസിഫിക്കേഷൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ലേ. അപ്പൊ ജസ്റ്റ് നമ്മളൊരു ഓവർവ്യൂ മാത്രമേ നോക്കുന്നുള്ളൂ, കൂടുതൽ സ്പെസിഫിക്കേഷൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. കാരണം ആ ഇവന്റ് തന്നെ ആകെ 12-13 മിനിറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മൾ അതിനെക്കാട്ടിയും കൂടുതൽ പോയി കഴിഞ്ഞാൽ വെറുതെ സ്പെസിഫിക്കേഷൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ നമ്മള് നേരെ വീട്ടിലേക്ക് പോവാണ്. അതിന്റെ മുമ്പ് ഇനിയും വീഡിയോസ് ഒക്കെ കുറവായി, കാരണം ഫൈനൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന് മാർച്ച് 20th ഫൈനൽ എക്സാം കഴിയുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ ഇറക്കുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക് എടുക്കാം. ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഐഫോൺ 16 നമ്മൾ ഓവർവ്യൂ, കൂടുതൽ സ്പെസിഫിക്കേഷൻ പറയുന്നില്ല. എന്നുവെച്ചാല് ഇത് സംഭവിച്ചാല് ഏറ്റവും ഇത് സംബന്ധിച്ച ഗ്ലാസ് ബാക്ക് ആണ്, പിന്നെ അലൂമിനിയം ഫ്രെയിം ഒക്കെയാണ്. പിന്നെ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഒക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ 167 ഗ്രാമാണ് ഇതിന്റെ വെയിറ്റ്. അപ്പൊ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു മിനി ടൈപ്പ് സ്മാർട്ട് ഫോൺ ആണ്. അത് മാത്രമല്ല ഇതിന്റെ ഡിസ്പ്ലേ ഒക്കെ ആണെങ്കിൽ OLED ഡിസ്പ്ലേ ആണ്. പക്ഷെ ഏറ്റവും ഒരു പ്രശ്നം എന്താണ്, 6.1 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ്. ഒരു ഐഫോൺ 13 മിനി ഇറങ്ങിയില്ലേ ലാസ്റ്റ്, അതേപോലത്തെ ഒരു ഭയങ്കര ചെറിയ സൈസ് ഒരു ഡിസ്പ്ലേ ആണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് 120 Hz കൊടുത്തില്ലേ. എന്തായാലും പറഞ്ഞ കാര്യമില്ല, കാരണം ഐഫോൺ 16 ഇല്ല. അപ്പൊ ഇതിനകത്ത് ലഭിക്കും നിങ്ങൾക്ക് തോന്നുന്നില്ല, കാരണം വെച്ചാൽ വെറും OLED നോർമൽ ഡിസ്പ്ലേ ആണ്. പിന്നെ 800 nits ബ്രൈറ്റ്നെസ് ഒക്കെ ഉണ്ട്. 1200 nits ആണ് പീക്ക് ബ്രൈറ്റ്നെസ്. അപ്പൊ അത് വളരെ ഒരു മോശമായി, കാരണം വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു 90 Hz കൊടുക്കായിരുന്നു. 90 Hz. ഇത് ജസ്റ്റ് 60 Hz OLED ഡിസ്പ്ലേ എന്ന് പറയുന്ന ഈ കാലഘട്ടത്തില്, പ്രത്യേകിച്ച് ഒരു ഫ്ലാഷ് സ്മാർട്ട് ഫോൺ അയച്ച് 60 Hz പറയുമ്പോൾ, കാരണം വെച്ചാൽ അവർ പ്രോ മോഷൻ എന്നാണ് ഈ ഹയർ റിഫ്രഷ് റേറ്റ് പറയാം. അത് പ്രോ സ്മാർട്ട് ഫോൺസ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ആ ഒരു ലോജിക് വെച്ചാന്ന് തോന്നുന്നവര് വേറെ ഒരു സ്മാർട്ട് ഫോൺ ഇതുവരെ 120 Hz കൊടുത്തിട്ടില്ല. അത് ശരിക്കും അവർ ഇമ്പ്രൂവ് ചെയ്യേണ്ടതാണ്. കാരണം ഒരു 90 Hz കൊടുക്കായിരുന്നു, പക്ഷെ അവർ എന്നാലും 60 Hz നോർമൽ OLED ഡിസ്പ്ലേ ആണ്. പിന്നെ സംഭവിച്ചാല് ചിപ്സെറ്റ് ആപ്പിൾ A18 തന്നെയാണ്. 3 nm ബെസ്റ്റ് ചിപ്സെറ്റ് ആണ് ആപ്പിൾ ഇറങ്ങിയ വെച്ചിട്ട്. അത് മാത്രല്ല, അവര് ഇതിൻ്റെ അകത്തൊരു അവരാഴ്ചണ്ടാക്കിയ ഒരു കസ്റ്റം വൈഫൈ മോഡം കൂടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് C1. അപ്പൊ C1 എന്ന് വെച്ചാൽ ആപ്പിളിന്റെ ഫസ്റ്റ് കസ്റ്റം മോഡമാണ് ഈ വൈഫൈന്റെ മോഡം. അപ്പൊ സംഭവിച്ച കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും ഈ നെറ്റ്വർക്ക് കണക്ഷൻസ് ഒക്കെ. അപ്പൊ അത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ അത് സാറ്റലൈറ്റ് സർവീസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതും ഒരു വലിയ കാര്യം തന്നെയാണ്. അത് മാത്രല്ല, പിന്നെ നമ്മൾ ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒറ്റ ഒരു ക്യാമറ ഉള്ളൂ. 14 MP ഒരു OIS ക്യാമറ. അതിൻ്റെ അകത്ത് 4K 24-30 FPS ഒക്കെ റെക്കോർഡ് ചെയ്യാം. പിന്നെ 1080p 30-60 120 FPS ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒറ്റൊരു ക്യാമറ ഉള്ളൂ. അപ്പൊ ഇവര് പറയാന്ന് വെച്ചാൽ 2-in-1 ഫ്യൂഷൻ ക്യാമറ എന്നൊക്കെയാണ് 14 MP. ഒന്നുമില്ല, 14 MP ഒരു നോർമൽ വൈഡ് ക്യാമറ ആണ്. പക്ഷെ ഇതിനകത്ത് 2x ഒപ്റ്റിക്കൽ സൂം ചെയ്യാൻ പറ്റും. അതാണ് അവർ ഫ്യൂഷൻ ക്യാമറ എന്ന് ഉദ്ദേശിച്ചത്. നോർമൽ പ്ലസ് ടെലിഫോട്ടോ, അതാണ് ഫ്യൂഷൻ ക്യാമറ. അൾട്രാ വൈഡ് അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ജസ്റ്റ് ഒരു വൺ ക്യാമറ ഉള്ളൂ, 48 MP. അത് OIS നൽകിയിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. അടുത്ത നമ്മൾ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 12 MP നോർമൽ വൈഡ് ക്യാമറ. അതിൻ്റെ അകത്ത് 4K 30-60 FPS 1080p 30-60 FPS ഒക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്ട്രാ ഫീച്ചേഴ്സിലേക്ക് എടുക്കുകയാണെങ്കിൽ Type-C പോർട്ട് ആണ്. അതൊരു എക്സ്ട്രാ ഫീച്ചർ തന്നെയാണ്. അത് നൈസ് തന്നെയാണ്. ഞാൻ വിചാരിച്ച അവർ Type-C പോർട്ട് ഇറക്കാണെന്നാലോ. ലൈറ്റിനിങ് അല്ല, Type-C തന്നെയാണ്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആക്ഷൻ ബട്ടണും കൂടെ ഉണ്ട്. ആക്ഷൻ ബട്ടൺ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മറ്റേ ക്ലിക്ക് ചെയ്ത് കുറെ പല ആക്ഷൻസ് സെറ്റ് ചെയ്ത് വെക്കാം.
അപ്പം മ്യൂട്ട് സ്വിച്ചിന്റെ പകരം ആക്ഷൻ ബട്ടൺ ഉണ്ട് ഗൈസ്. അപ്പം നല്ല കാര്യം തന്നെയാണ്. പല പല കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം പിന്നെ ഫേസ് ഐ ഡി ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്, NFC ഉണ്ട്, അതൊക്കെ ഉണ്ട്. അതിലൊന്നും അവർ ഒരു കോംപ്രമൈസ് വരുത്തിച്ചില്ല. എല്ലാ എക്സ്ട്രാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അടുത്ത നമ്മൾ ബാറ്ററിയിലേക്ക് കിടക്കുകയാണെങ്കിൽ അതവര് ആപ്പിൾ അങ്ങനെ പ്രത്യേകിച്ച് MAH പറയുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു 20 വാട്ടിന്റെ ഒരു വയർഡ് ചാർജിങ് ആണെന്ന് തോന്നുന്നു ഗൈസ്. അറിയില്ല, അവർ MAH പ്രത്യേകിച്ച് പറയുന്നില്ല. ബാറ്ററി കാര്യം എനിക്ക് ചെറിയ സംശയമുണ്ട്. കാരണം വെച്ചാൽ എപ്പോഴും ഈ ബാറ്ററി ഈ ലൈറ്റ് വേർഷനൊക്കെ ബാറ്ററി കുറവാണ്, ബാറ്ററി ഇഷ്യൂസ് ഉണ്ടാവും എനിക്ക് അറിയില്ല. ബാറ്ററി കുറവാന്ന് തോന്നുന്നു മറ്റേ 16 സീരീസ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. എന്നാലും വയർലെസ് ചാർജിങ് കൊണ്ട് 7.5 വാട്ടിന്റെ. അപ്പോൾ നമ്മൾ അടുത്ത പ്രൈസിങ്ങിലേക്ക് എടുക്കുകയാണെങ്കിൽ അപ്പോൾ 128 GB പ്രൈസ് ആണ് 59,999 rupees. 256 GB പ്രൈസ് ആണ് 69,900 rupees. 512 GB പ്രൈസ് ആണ് 89,900 rupees. അപ്പം പറയുകയാണെങ്കിൽ 256 GB വാങ്ങിച്ചാൽ മതി. ഈ കാലത്ത് 120 GB വെച്ച് നത്തിങ് വിൽ വർക്ക്. എന്നുവെച്ചാൽ എല്ലാ ആപ്പിന്റെ സൈസും കൂടുതലാണ്. പ്രത്യേകിച്ച് ആപ്പ് സ്റ്റോറിൽ ആപ്പിന്റെ സൈസ് എന്തായാലും കൂടുതലായിരിക്കും പ്ലേ സ്റ്റോർ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഡോണ്ട് ബൈ 120 GB. ദാറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം നമ്മൾ എന്തായാലും ഐഫോൺ വെച്ച് വീഡിയോസ് എടുക്കും, ഫോട്ടോസ് എടുക്കും. അപ്പൊ എന്തായാലും ക്യാമറേന്റെ എന്താ പറയുക കൂടുതൽ MB ആവും. എന്തായാലും പിന്നെ ഇതിനകത്ത് SD കാർഡ് ഇടുന്ന ഒരു ഓപ്ഷനും ഇല്ല. പിന്നെ ക്ലൗഡ് ഒക്കെ 5 GB ആണ്, അത് ആലോചിക്കണം. അപ്പൊ നിങ്ങൾ എന്തായാലും 256 GB വാങ്ങാം. അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ, പ്രത്യേകിച്ച് ഈ കാലത്തില്. ദാറ്റ്സ് കാരണം വെച്ചാൽ എന്തായാലും ആപ്പിന്റെ സൈസ് കൂടാനേ പോകുന്നുള്ളൂ. ഓരോ ആപ്സിന്റെ ആണെങ്കിലും പല വീഡിയോന്റെ ഫോർമാറ്റ് ആണ്, അതൊക്കെ എന്തായാലും കൂടാനേ പോകുന്നുള്ളൂ, എന്തായാലും കുറയാൻ പോകുന്നില്ല. പിന്നെ നമ്മൾ ഫ്യൂച്ചറൊക്കെ പ്ലാൻ ചെയ്ത് വാങ്ങാൻ 256 ഇപ്പൊ തന്നെ 256 വാങ്ങിയാലേ പറ്റുള്ളൂ. അപ്പൊ 256 GB വാങ്ങാനാണ് നല്ലത്. 69,900 rupees പറയുകയാണെങ്കിൽ നൈസാണ്. അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു 90 Hz കൊടുക്കായിരുന്നു. പിന്നെ ബാറ്ററിന്റെ കാര്യം പ്രത്യേകിച്ച് അറിയില്ല. ബാറ്ററി അടിപൊളിയാണെന്നാണ് അവർ പറയുന്നത്. മാർക്കറ്റിൽ നിന്ന് അടിപൊളി ബാറ്ററി ആണെന്നാണ്. സർപ്രൈസ്ഡ് ബാറ്ററി ലൈഫ് എന്നൊക്കെയാണ് പറയുന്നത്. അവർ MAH പറയുന്നില്ല. അപ്പൊ അത്യാവശ്യം അടിപൊളി ഫോണാണ്. SE എനിക്ക് തോന്നുന്നു ഇനി ഇല്ലായിരിക്കും, SE. അപ്പൊ SEയിലൊക്കെ പ്രശ്നം എന്ന് വെച്ചാല് അവര് ഹോം ബട്ടണൊക്കെ വെച്ച് ഒരു വലിയ ബസൽസും ഇതൊക്കെ വെച്ച് ഫേസ് ഐഡി ഇല്ലാണ്ട് അതായിരുന്നു SE സീരീസ്. അത് നിർത്തി. അത് നല്ല തന്നെയാണ്. അത് ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. iPhone 16 അത് വെച്ച് നോക്കുമ്പോൾ ഒരു ഇമ്പ്രൂവ്മെന്റ് തന്നെയാണ് iPhone SE വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പൊ നിങ്ങൾ പറയാം ഈ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ഒരു 1 lakh കൊടുക്കാണ്ട് ഒരു ഐഫോൺ ഒരു മിനി ടൈപ്പ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ടൈപ്പ് വാങ്ങുന്നത് ഇത് വാങ്ങാൻ. ഐ വിൽ റെക്കമെൻഡ് ദിസ്. 256 GB എടുക്കുക, അത്രമാത്രം പറയാനുള്ളൂ. അപ്പൊ ഇത്ര നമ്മൾ ഇന്നത്തെ വീഡിയോ. പിന്നെ കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്, ആപ്പിൾ ഇന്റലിജൻസ് അതൊക്കെ ഉണ്ട്. അപ്പൊ ഇത്ര നമ്മുടെ വീഡിയോ. ബൈ ബൈ, സീ യു നെക്സ്റ്റ് ടൈം. പീസ്. ബൈ.